ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉത്തര കേരളത്തിലെ 3 പാർലമെന്റ് മണ്ഡലങ്ങളിൽ പേര് ഉയർന്നു നിൽക്കവെയാണ് അരിയിൽ ഷുക്കൂർ വധക്കേസിൽ പി ജയരാജനെതിരെ കുറ്റപത്രം CBI തലശ്ശേരി കോടതിയിൽ സമർപ്പിച്ചത്. CPM ജില്ലാ സെക്രട്ടറിയായ പി ജയരാജനെ മാത്രമല്ല അദ്ദേഹത്തെ നെഞ്ചേറ്റുന്ന ആയിരക്കണക്കിന് പ്രവർത്തകർക്കും ഇത് കനത്ത തിരിച്ചടിയായിരിക്കുകയാണ്. പാർട്ടി ഗ്രാമങ്ങൾ ഇക്കാര്യത്തിൽ കടുത്ത ആശങ്കയിലുമാണ്. തങ്ങൾ സ്നേഹിക്കുന്ന നേതാവിന് ഇതെങ്ങനെ ബാധിക്കുമെന്നതിനെ ചൊല്ലിയുള്ള അടക്കം പറച്ചിലാണ് എവിടെയും നടക്കുന്നത്. തലശ്ശേരി പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ കുറ്റപത്രം സമർപ്പിക്കപ്പെട്ടെന്ന വാർത്ത പുറത്തുവന്നതോടെ ജില്ലയിലെ പാർട്ടി ഗ്രാമങ്ങൾ ഫലത്തിൽ നിശ്ചലമായിരിക്കുകയാണ്. വരുന്ന തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായാലും നായകനായാലും പി ജയരാജൻ എന്ന നേതാവ് CPM-നെ സംബന്ധിച്ച് അനിവാര്യമാണ്. പ്രത്യേകിച്ചും കണ്ണൂർ ജില്ല ഉൾപ്പെടുന്ന കണ്ണൂർ, വടകര, കാസർഗോഡ് ലോക്സഭാ മണ്ഡലങ്ങളിൽ. ഷുക്കൂർ വധക്കേസിൽ CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി പി ജയരാജനെതിരെ CBI കുറ്റപത്രം സമർപ്പിച്ചതോടെ ജയരാജനെതിരെ ശക്തമായ പ്രതിഷേധം തീർത്ത UDF-ഉം രംഗത്തെത്തി. കഴിഞ്ഞ വർഷം ഫെബ്രുവരി 13-ന് മട്ടന്നൂരിൽ കൊല ചെയ്യപ്പെട്ട യൂത്ത് കോൺഗ്രസ് ബ്ലോക്ക് സെക്രട്ടറി SP ഷുഹൈബിന്റെ രക്തസാക്ഷി ദിനാചരണം ഇന്നും നാളെയുമായി ആചരിക്കപ്പെടുകയാണ്. ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ രക്തസാക്ഷി ദിനാചരണം സമുചിതമായി ആചരിക്കുമ്പോഴാണ് ഷുക്കൂർ വധക്കേസിൽ ജയരാജനെതിരെ കുറ്റപത്രം സമർപ്പിച്ചത്. ഷുഹൈബ് വധക്കേസിലും പി ജയരാജന് വ്യക്തമായ പങ്കുണ്ടെന്ന ആരോപണം നേരത്തെ തന്നെ ഉയർന്നിരുന്നു. പുതിയ സാഹചര്യത്തിൽ ഷുഹൈബ് വധത്തിലും പി ജയരാജന്റെ പങ്ക് ഉയർത്തിക്കാട്ടി പ്രതിരോധിക്കാനാണ് UDF മുതിരുന്നത്. ഷുഹൈബ് രക്തസാക്ഷി ദിനാചരണം അതിനുള്ളൊരു അവസരമാക്കി മാറ്റുകയാണ് യൂത്ത് കോൺഗ്രസ് നേതൃത്വം. ഷുഹൈബ് വധക്കേസിൽ CBI അന്വേഷണം നടന്നാൽ ജയരാജൻ പ്രതിയാവുക തന്നെ ചെയ്യുമെന്ന് യൂത്ത് കോൺഗ്രസ് നേതാക്കൾ അനുസ്മരണ യോഗങ്ങളിൽ ആരോപിച്ചു കഴിഞ്ഞു. ഷുക്കൂർ വധക്കേസിന് സമാനമായാണ് TP ചന്ദ്രശേഖരൻ വധക്കേസെന്നും CBI അന്വേഷിച്ചാൽ പി ജയരാജൻ അതിലും പ്രതിയാകുമെന്ന് RMP സംസ്ഥാന സെക്രട്ടറി N വേണുവും ഉന്നയിക്കുന്നു. TP കേസിൽ CBI അന്വേഷണം ആവശ്യമില്ലെന്ന സർക്കാർ വാദത്തിനെതിരെ TPയുടെ ഭാര്യ KK രമയുടെ അപ്പീൽ ഹർജി ഹൈക്കോടതിയിലുണ്ട്. ക്രിമിനൽ രാഷ്ട്രീയത്തിന്റെ ആസൂത്രണ കേന്ദ്രം പി ജയരാജനാണെന്ന ആരോപണമാണ് CBI കുറ്റപത്രം സമർപ്പിച്ചതോടെ എതിരാളികൾ പ്രചരിപ്പിക്കുന്നത്. ശബരിമലയുമായി ബന്ധപ്പെട്ട് ഹൈന്ദവ വോട്ടുകളിൽ ഉണ്ടാകുന്ന ചോർച്ചയെ മറികടക്കാൻ ന്യൂനപക്ഷ വോട്ടുകൾ കൊണ്ട് ലക്ഷ്യം നേടാമെന്ന CPM-ന്റെ തന്ത്രത്തിനേറ്റ തിരിച്ചടിയാണ് പി ജയരാജനെതിരെയുള്ള കുറ്റപത്രം. ഷുഹൈബ് വധക്കേസ് മുഖ്യ പ്രചരണമാക്കാൻ ലക്ഷ്യമിട്ട് UDF നീങ്ങുമ്പോൾ CBI കുറ്റപത്രം സമർപ്പിച്ചതോടെ ഷുക്കൂർ വധക്കേസ് ചർച്ചാ വിഷയമാവുകയാണ്. കണ്ണൂർ രാഷ്ട്രീയത്തിലെ പ്രധാന വിഷയമായി ഈ 2 കൊലക്കേസുകളും ഉയർത്തിക്കാട്ടി CPM-നെതിരെ ശക്തമായ ജനവികാരം ഉയർത്തിക്കാട്ടാനാണ് UDF ശ്രമിക്കുന്നത്. അതിന് തടയിടാൻ CPM പുതിയ പ്രചാരണ തന്ത്രം കണ്ടെത്തേണ്ടതുണ്ട്. അതേസമയം ജയരാജനെതിരെ അരിയിൽ ഷുക്കൂർ വധക്കേസിൽ CBI കുറ്റപത്രം സമർപ്പിച്ചതോടെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിൽ രാഷ്ട്രീയ ആയുധമാക്കാൻ തന്നെയാണ് BJP-യുടെ തീരുമാനം. പി ജയരാജന്റെ പേര് വടകര ലോക്സഭാ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിത്വത്തിലേക്ക് കൂടിയുള്ള ചർച്ച ഉയർന്നുവരുന്ന സാഹചര്യത്തിലാണ് തിരിച്ചടിയായി കുറ്റപത്രം എത്തുന്നത്. ഇതോടെ CPM അക്രമ രാഷ്ട്രീയത്തെ പ്രോത്സാഹിപ്പിക്കുന്നുവെന്ന പ്രതിപക്ഷ ആരോപണത്തിന് കൂടുതൽ ശക്തി പകരുക കൂടി ചെയ്യുന്നതാണ് കുറ്റപത്രം. CPM-ന്റെ കോട്ടയായിട്ട് പോലും കോൺഗ്രസിലെ മുല്ലപ്പള്ളി രാമചന്ദ്രന് മുന്നിൽ തുടർച്ചയായി 2 തവണയും CPM അടിയറവ് പറഞ്ഞതാണ് വടകര ലോക്സഭാ മണ്ഡലം. ഇത്തവണ മണ്ഡലം എന്ത് വില കൊടുത്തും തിരിച്ചു പിടിക്കുക എന്ന ലക്ഷ്യത്തോടെ ശക്തനായ സ്ഥാനാർത്ഥികളെ നേതൃത്വം പരീക്ഷിക്കാൻ ഒരുങ്ങുന്നതിനിടെയാണ് പി ജയരാജനെതിരെ കുറ്റപത്രം വരുന്നത്. കണ്ണൂർ ജില്ലയിലെ കൂത്തുപറമ്പ്, തലശ്ശേരി മണ്ഡലങ്ങളിൽ പി ജയരാജനുള്ള പിന്തുണയും കോഴിക്കോട് ജില്ലയിലെ മറ്റ് 5 നിയോജക മണ്ഡലങ്ങളിൽ CPM-നുള്ള വലിയ സ്വാധീനവും തന്നെയായിരുന്നു ഇതിന് കാരണം. അതിനിടെ CBI കുറ്റപത്രം വന്നതോടെ ജയരാജനുള്ള സ്ഥാനാർത്ഥി സാധ്യതയും മങ്ങുകയാണ്. ഒഞ്ചിയത്തെ RMP നേതാവ് TP ചന്ദ്രശേഖരൻ വധക്കേസിൽ പ്രതിചേർത്ത് CPM കോഴിക്കോട് ജില്ലാ സെക്രട്ടറി P മോഹനൻ മാസ്റ്ററെ അന്ന് പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നുവെങ്കിലും കോടതി കുറ്റവിമുക്തനാക്കുകയായിരുന്നു. ഈ കേസിന്റെ ഗൂഢാലോചനയിലും പി ജയരാജന്റെ പേര് ഉയർന്നു വന്നിരുന്നു. ഷുക്കൂർ കേസിൽ ജയരാജനെതിരെ കുറ്റപത്രം വന്നതോടെ പാർട്ടി നേതൃത്വം തന്നെ കൊലപാതകത്തിന് ഗൂഢാലോചന നടത്തുന്നുവെന്നതിന്റെ തെളിവായി 2 സംഭവങ്ങളും വീണ്ടും പ്രചാരണ ആയുധമാക്കാനാണ് എതിരാളികൾ ശ്രമിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മറുനാടൻ TV.